നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളെയും അതിന് പിന്തുണ നൽകുന്നവരെയും രൂക്ഷമായി വിമർശിച്ച് സംവിധായകൻ മേജർ രവി രംഗത്ത്. ഡൽഹിയിൽ സമരം ചെയ്യുന്നത് യഥാർത്ഥ വിദ്യാർത്ഥികളല്ല എന്നും പോലീസിനെ ആക്രമിച്ചാൽ തിരിച്ചു തല്ലുക തന്നെ ചെയ്യുമെന്നും അതിന് പിന്നീട് നിന്ന് മോങ്ങിയിട്ട് കാര്യമില്ലെന്നും മേജർ രവി തുറന്നടിച്ചു. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെയും മേജർ രവി ലൈവിൽ പരാമർശിച്ചു. മായയ്ക്ക് അഥവാ വിസ്മയ്ക്ക് ഇതിന് പിന്നിലെ രാഷ്ട്രീയം അറിയില്ലെന്നും തെരുവുനായെ കണ്ടാൽ പോലും കരയുന്ന അത്രയും പാവം കുട്ടിയാണ് അവളെന്നും മേജർ രവി ന്യായീകരിച്ചു. ഇന്ത്യയിൽ പാർലമെന്റ് ആക്രമണം നടത്താൻ പോകാൻ ഈ പീക്കിരി പിള്ളാരെ കൊണ്ട് സാധിക്കില്ലെന്ന് മേജർ രവി പരിഹസിച്ചു. അവിടെ പോയി പോലീസിന്റെ വണ്ടി തകർക്കുകയും പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്താൽ തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. സമരത്തിൽ കുട്ടികൾക്ക് അടികൊള്ളുന്നത് കണ്ടപ്പോൾ ആദ്യം വിഷമം തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് നോക്കിയപ്പോഴാണ് ഇതിന് പിന്നിലെ കളി മനസ്സിലായത്. US-ൽ ഇരുന്നാണ് ഈ സമരത്തിന് തുടക്കമിട്ടത്. ജോർജ് സോറോസിനെ പോലുള്ളവരുടെ വിദേശ ഫണ്ടിങ്ങും ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനയുമാണ് ഇതിന് പിന്നിൽ. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും അസ്ഥിരതയുണ്ടാക്കിയ അതേ പാറ്റേൺ ഇന്ത്യയിൽ നടപ്പാക്കാനാണ് അവരുടെ ശ്രമം. നന്നായി വളർത്തിയെടുത്ത ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഇങ്ങനെയുള്ള സമരത്തിന് പോകില്ല എന്നാണ് മേജർ രവി പറഞ്ഞത്. CBSEയുടെയോ നീറ്റിന്റെയോ ഫുൾ ഫോം പോലും അറിയാത്തവരാണ് അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത്. ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും മോചിപ്പിക്കാനും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാനും മുദ്രാവാക്യം വിളിക്കുന്നതിൽ നിന്ന് തന്നെ സമരത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോഹൻലാലിന്റെ മകൾ വിസ്മയ സമരത്തിന് പിന്തുണയർപ്പിച്ച് പോസ്റ്റ് ഇട്ടതിനെ കുറിച്ചും മേജർ രവി വിശദീകരിച്ചത് ഇങ്ങനെയാണ്. മായയെ അവൾ ജനിച്ച അന്ന് തൊട്ട് എനിക്കറിയാവുന്നതാണ്. അവൾക്ക് ഇത്തരം രാഷ്ട്രീയപരമായ യാതൊരു അറിവുമില്ല. പട്ടി പോലെയുള്ള ഏതെങ്കിലും മൃഗത്തെയോ തെരുവുനായയെ കണ്ടാൽ അതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്ന ആളാണ് മായ. ഡൽഹിയിൽ ബ്ലോക്കിനകത്ത് വെച്ച് കുട്ടികളെ അടിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ വിഷമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു, അത്രയേ ഉള്ളൂ. അതിന് പിന്നിലെ വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ചോ നീറ്റ് സമരത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അവൾക്കറിയില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവൾക്കത് പെട്ടെന്ന് മനസ്സിലാകുമെന്നും മേജർ രവി പറഞ്ഞു. അതേസമയം നീറ്റ് ചോദ്യചോർച്ച വിവാദത്തിൽ പാർലമെന്റിൽ നാടകീയ സംഭവങ്ങളാണ്. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ വാക്പോരുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും. സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം തുടരുന്നത്. എന്നാൽ നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് ഭരണപക്ഷം പാർലമെന്റിന് മുന്നിലെത്തിയത്. ഇരുകൂട്ടരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പ്രതിപക്ഷ ബഹളത്തിന് പിന്നാലെ നിർത്തിവെച്ച സഭാ നടപടികൾ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞതിന് ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആവശ്യം. എന്തായാലും ജന്തർ മന്ദറിലും ഡൽഹി വിവിധ ഇടങ്ങളിലും കേരളത്തിലും അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും സമരം ശക്തമാവുകയാണ്. ഈ ഘട്ടത്തിലാണ് മേജർ രവിയുടെ പ്രതികരണം.